ചാനൽ ചർച്ചയിൽ സഹികെട്ട് എന്തൊക്കെയോ പറഞ്ഞതിന് PC ജോർജിന് കേസ്, ജയിൽ. പക്ഷേ അത് മതിയോ? ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാൻ വേണ്ടി ഇതിൻ്റെയൊക്കെ കാലന്മാർ വരുമെന്ന് പറഞ്ഞ് അവലും മലരും കുന്തിരിക്കവും മേടിച്ച് വീട്ടിൽ വെച്ചു. വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് കൊലവിളി നടത്തി പ്രകടനം നടത്തിയ SDPIക്കാർക്കെതിരെ വേണ്ട നടപടികളൊന്നും. അതേപോലെ തന്നെ കാഞ്ഞങ്ങാട്ട് യൂത്ത് ലീഗുകാർ അമ്പലനടയിൽ നിന്നെയൊക്കെ കെട്ടിത്തൂക്കി കത്തിക്കും എന്ന് പറഞ്ഞ് വധഭീഷണി മുഴക്കിയ യൂത്ത് ലീഗുകാർക്ക് എതിരെ വേണ്ട നടപടികളൊന്നും. അതേപോലെ തന്നെ സനാതനധർമ്മ വിശ്വാസികളായ സ്ത്രീകളെല്ലാം വ്യഭിചാരികളാണെന്നുള്ള രീതിയിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചിട്ട് അതിനെതിരെ വേണ്ട നടപടികൾ. അതൊന്നും വർഗീയ വികാരം ഇളക്കിവിടുന്ന കാര്യങ്ങളല്ലേ? PC ജോർജ് എന്തൊക്കെയോ പറഞ്ഞു ചാനൽ ചർച്ചയിൽ. അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ച് ഓരോന്ന് പറഞ്ഞപ്പം അതിൽ സഹികെട്ട് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞ് ഇച്ചിരി അല്പം കടന്നുപോയി എന്ന് പറയാം. പക്ഷേ അത് വർഗീയ വികാരം, മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ നമുക്കത് കരുതാൻ പറ്റത്തില്ല. അത് പല സുപ്രീം കോടതി വിധിയും അങ്ങനെയാണ്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തപ്പോൾ ഈ സർക്കാരും പോലീസും എന്തുകൊണ്ട് ഹിന്ദു സമൂഹത്തിനെ ക്രിസ്തീയ സമൂഹത്തിനുമെതിരെ കൊലവിളി നടത്തിയ തീവ്രവാദികൾക്കും അല്ല ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിക്കും എതിരെ നടപടികൾ എടുക്കാൻ മടിക്കുന്നു? അപ്പോൾ എല്ലാം ലക്ഷ്യം വോട്ട് ബാങ്ക്. ഒരു വിഭാഗത്തിലെ തീവ്രവാദികളെ സൂചിപ്പിച്ച് നിർത്തി വോട്ട് ബാങ്ക് നിലനിർത്തുക, അതിലൂടെ ഭരണത്തിലേറുക എന്നുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ CPM സർക്കാരിൻ്റെ നയമാണ്. PC ജോർജിൻ്റെ അറസ്റ്റിലൂടെ, PC ജോർജിൻ്റെ പേരിലുള്ള കേസിലൂടെയും വെളിച്ചത്ത് വരുന്നത്. അതിന് ന്യായവും നീതി എന്നൊക്കെ സുപ്രീം കോടതിയുടെ വിധി പോലും മാനിക്കാതെ ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ 153-ാം വകുപ്പ് പ്രകാരം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസും റിമാൻഡും. നല്ല നീതി നിർവഹണം, നല്ല നിയമ സംരക്ഷണം കൊള്ളാം. ഇതാണ് കേരളത്തിലെ നീതി സംവിധാനവും അതിൻ്റെ പോക്കും.